അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് 4ാം ക്ലാസ്സുകാർക്ക് നാളെ നടക്കാനിരിക്കുന്ന ഫിഖ്ഹിൻ്റെ ഏതാനും ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ചോദ്യം 1, യോജിച്ചവ ചേർക്കാം. ഇവിടെ ഒരു കള്ളിയിൽ മുസ്തഅ്മൽ 14, 2 കുല്ലത്ത് 9, മസ്ബൂക്ക് തുമഅനീനത്ത് എന്ന് തന്നിട്ടുണ്ട്. 1 അനക്കം അടങ്ങലാണ് ഡാഷ്. എന്താണ് അനക്കം അടങ്ങൽ? തുമഅനീനത്ത്. 2 വൈകി തുടർന്നവൻ ഡാഷ്. ഉത്തരം മസ്ബൂക്ക്. 3 ഫാത്തിഹയിലെ ഷദ്ദുകൾ ഡാഷ്. എത്ര എണ്ണമാണ്? 14. 4 ഹൈലുണ്ടാകാവുന്ന വയസ്സ് ഡാഷ്. ഹൈലുണ്ടാകാവുന്ന വയസ്സ് എത്രയാണ്? 9. 5 ഏകദേശം 200 ലിറ്റർ. ഉത്തരം 2 കൊല്ലത്ത്. 6 ഫർളിൽ ഉപയോഗിക്കപ്പെട്ട കുറഞ്ഞ വെള്ളത്തിന് പറയുന്ന പേരെന്താണ്? മുസ്തഅ്മൽ. അടുത്തതും യോജിപ്പിക്കാനുള്ളൊരു ചോദ്യം തന്നെയാണ്. ഇവിടെ കള്ളിയിൽ തവാഫ്, വിത്ർ, തവറുക്ക്, ജുമുഅ, സുന്നത്ത്, എല്ല് എന്ന് തന്നിട്ടുണ്ട്. ചോദ്യം: ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് ഡാഷ്. എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്? ഉത്തരം ജുമുഅ. അടുത്ത ചോദ്യം: റവാത്തിബിനേക്കാൾ ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം ഏതാണ്? വിത്ർ. 3 സുജൂദിൽ മൂക്ക് നിലത്ത് വെക്കൽ ഡാഷ്. സുന്നത്താണ്. ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യം എന്താ? തവാഫ്. അടുത്തത് ശൗചം ചെയ്യൽ ഹറാമായ വസ്തു എല്ല്. എല്ല് കൊണ്ടൊന്ന് ശൗചം ചെയ്യാൻ ആടിയല്ലേ. അവസാനത്തെ അത്തഹിയാത്തിലെ ഇരുത്തം ഏത് ഇരുത്തമാണ്? തവറുക്കിൻ്റെ ഇരുത്തമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശരിക്ക് ശരി അടയാളം നൽകാനാണ്. 1 ദിവസങ്ങളുടെ നേതാവ്. ഞായർ, തിങ്കൾ, വെള്ളി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാണ് ഉത്തരം. അതിൻ്റെ നേരെ ശരി ഇട്ട് കൊടുക്കുക. 2 ജുമുഅ നിസ്കാരം 2 റക്അത്ത്, 3 റക്അത്ത്, 4 റക്അത്ത്. ജുമുഅ നിസ്കാരം എത്ര റക്അത്താണ്? 2 റക്അത്ത്. 3 റവാത്തിബിൽ ശക്തിയായത് 10 റക്അത്ത്, 12 റക്അത്ത്, 22 റക്അത്ത്. ഉത്തരം 10 റക്അത്ത്. 4 അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ സുന്നത്ത്, കറാഹത്ത്, ഫർള്. ഉത്തരം ഫർള്. 5 നജസുകൾ 2 വിധം, 3 വിധം, 4 വിധം. നജസുകൾ 3 വിധമാണ്. 6 കുളിയുടെ ഫർളുകൾ. കുളിയുടെ ഫർള് എത്രയാണ്? 2, 3, 4. ഉത്തരം 2. അടുത്ത ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം. 1 മഅ്മൂം ഇമാമിനേക്കാൾ മടമ്പ് കൊണ്ട് ഡാഷ്. ഉത്തരം മടമ്പ് കൊണ്ട് മുന്നിലാവാതിരിക്കൽ. 2 തക്ബീറിലെ അക്ഷരങ്ങൾ മഹ്റജ് ശ്രദ്ധിച്ച് ഡാഷ് ഉച്ചരിക്കേണ്ടതാണ് എന്നാണ് ഉത്തരം. 3 വുളൂഇനും കുളിക്കും പകരം ഡാഷ്. ഉത്തരം തയമ്മും ചെയ്യണം. 4 വുളൂ മുറിയുന്ന വല്ലതും ഉണ്ടായാൽ തയമ്മും ഡാഷ്. ഉത്തരം വുളൂ മുറിയുന്ന വല്ലതും ഉണ്ടായാൽ തയമ്മും ബാത്തിലാകും. അടുത്ത ക്വസ്റ്റ്യൻ ഓരോ റക്അത്തുകളിലും 2 ഡാഷ് 2 സുജൂദ് ചെയ്യണം. അടുത്ത ചോദ്യം പൂർത്തിയാക്കാം. 1 ജുമുഅ ദിവസം ദിവസങ്ങളുടെ ഡാഷ്. ഉത്തരം ദിവസങ്ങളുടെ നേതാവാകുന്നു. 2 ജമാഅത്തിൻ്റെ പ്രതിഫലം ലഭിക്കാൻ ഇമാമിൻ്റെ സലാമിൻ്റെ അല്പം മുമ്പെങ്കിലും ഡാഷ്. അല്പം മുമ്പെങ്കിലും തുടരണം. 3 ഫർള് നിസ്കാരങ്ങളോട് അനുബന്ധിച്ചുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ് ഡാഷ്. എന്താണ്? റവാത്തിബ്. 4 കുനിയൽ മറ്റു ഉദ്ദേശത്തിന് ആവാതിരിക്കൽ എന്താ? നിർബന്ധമാണ്. 5 ബിസ്മി ഫാത്തിഹയിൽപ്പെട്ട എന്താണ്? ബിസ്മി ഫാത്തിഹയിൽപ്പെട്ട ഒരു ആയത്താണ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ബിസ്മി ഫാത്തിഹയിൽപ്പെട്ട ഒരു ആയത്താണ്. അടുത്ത ചോദ്യം തെറ്റുകൾ ശരിയാക്കാം. 1 ജുമുഅക്ക് ഇമാമായി നിസ്കരിക്കുന്നു എന്ന് മഅ്മൂം കരുതണം. അതെങ്ങനെയാണ് ശരിയാക്കി എഴുതുക? ജുമുഅക്ക്
നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്വലാത്തുൽ ജുമുഅ എന്ന പാഠത്തിൽ. എന്താണ്? ജുമുഅക്ക് ഇമാമായി നിസ്കരിക്കുന്നു എന്ന് ഇമാം കരുതണം. അടുത്ത ചോദ്യം, ഫർള് നിസ്കാരത്തിൻ്റെ നിയത്തിൽ 4 കാര്യങ്ങൾ നിർബന്ധമാണ്. അത് തെറ്റാണ്. അതെങ്ങനെ ശരിയാക്കി എഴുതാം നമുക്ക്? ഉത്തരം, ഫർള് നിസ്കാരത്തിൻ്റെ നിയത്തിൽ 3 കാര്യങ്ങൾ നിർബന്ധമാണ്. 3 കാര്യങ്ങൾ ആക്കിയാൽ മതി. അടുത്ത ചോദ്യം, ഹൈള് നിഫാസ് ഉള്ള അവസരത്തിൽ നോമ്പ് ഖളാ വീട്ടൽ കറാഹത്താണ്. അതിൻ്റെ ഉത്തരം എന്താണ്? ഹൈള് നിഫാസ് ഉള്ള അവസരത്തിലെ നോമ്പ് ഖളാ വീട്ടൽ കറാഹത്താണോ? അല്ല, ഖളാ വീട്ടൽ എന്താണ്? നിർബന്ധമാണ്. അടുത്ത ചോദ്യം, ചുരുങ്ങിയ ഹൈള് അല്പസമയമാണ്. അത് എങ്ങനെ ശരിയാക്കാം? അതിൻ്റെ ഉത്തരം, ചുരുങ്ങിയ ഹൈള് അല്പസമയമാണോ? അല്ല, ചുരുങ്ങിയ ഹൈളിൻ്റെ സമയം 1 ദിവസമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ലൗസിൽ എന്ന പാഠത്തിൽ ചുരുങ്ങിയത് 1 ദിവസവും സാധാരണ 6 7 ദിവസവും കൂടിയാൽ 15 ദിവസവുമാണ് ഹൈളിൻ്റെ കാലയളവ് എന്ന് പഠിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. പട്ടിക പൂർത്തിയാക്കാനാണ്. വിത്തറ് ചുരുങ്ങിയത്, വിത്തറ് കൂടിയത്, പൂർണ്ണതയിൽ കുറഞ്ഞത് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വിത്തറിൽ ഏറ്റവും ചുരുങ്ങിയത് എത്ര റക്അത്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെ 42ാമത്തെ പേജിലുണ്ടത്. വിത്തർ നിസ്കാരത്തിൽ ചുരുങ്ങിയത് 1 റക്അത്താണ്. അപ്പോൾ അവിടെ 1 എന്ന് എഴുതി കൊടുക്കുക, 1 റക്അത്ത്. കൂടിയത് എത്രയാണ്? 11 റക്അത്തുകൾ. അപ്പോൾ അവിടെ 11 റക്അത്തുകൾ എന്ന് എഴുതുക. അടുത്തത്, പരിപൂർണതയിൽ കുറഞ്ഞത് എത്രയാണ്? പൂർണ്ണതയിൽ കുറഞ്ഞത് 3 റക്അത്തുകൾ എന്നവിടെ എഴുതി കൊടുക്കുക. അടുത്ത ചോദ്യം വ്യക്തമാക്കാനാണ്. മുഖഫഫായ നജസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് എഴുതി കൊടുക്കാൻ. എന്താണ് ഉത്തരം? 2 വയസ്സ് തികയാത്ത, പാലല്ലാത്ത, ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്. 2 ഇഅ്തിദാൽ. ഇഅ്തിദാൽ എന്ന് പറഞ്ഞാൽ എന്താ? റുക്കൂഇന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് ഇഅ്തിദാൽ. അടുത്തത് തയമ്മും. നിയത്തോട് കൂടി മുഖത്തും 2 കൈകളിലും തൊഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. അടുത്തത് 2 വീതം എഴുതാം. 1, പ്രധാന സുന്നത്ത് നിസ്കാരങ്ങൾ. നമ്മൾ കുറേ സുന്നത്ത് നിസ്കാരങ്ങളുടെ പേര് പഠിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും 2 എണ്ണത്തിൻ്റെ പേര് അവിടെ എഴുതി കൊടുക്കുക. തറാവീഹ് ഉണ്ട്, ളുഹ ഉണ്ട്, തഹിയ്യത്ത് ഉണ്ട്, തഹജ്ജുദ് ഉണ്ട്. നിങ്ങൾക്ക് എഴുതാനൊക്കെ ഏറ്റവും സിമ്പിളായത് അവിടെ എഴുതി കൊടുക്കാം. രണ്ടാമത്തത്, ഫാത്തിഹയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. ഉത്തരം, ഷദ്ദുകൾ, മദ്ദുകൾ, ഹർഫുകൾ, മഹ്റജുകൾ, തർത്തീബ്, മുവാലാത്ത് എന്നിവയെല്ലാം സൂക്ഷിച്ചു ഓതൽ നിർബന്ധമാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം അവിടെ എഴുതി കൊടുക്കുക. ഷദ്ദുകൾ, മദ്ദുകൾ എന്ന് എഴുതാം. മൂന്നാമത്തത്, വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ. ഏതെല്ലാമാണ്? 2 എണ്ണം അവിടെ എഴുതി കൊടുക്കാം. ഉത്തരം, മനീയ് പുറപ്പെടുക, ഹൈള് രക്തം മുറിയുക, പ്രസവിക്കുക, നിഫാസ് രക്തം മുറിയുക, ലിംഗത്തിൻ്റെ അഗ്രഭാഗം ഫർജിൽ കടക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം അവിടെ നിങ്ങൾക്ക് എളുപ്പമുള്ള 2 എണ്ണം അവിടെ എഴുതി കൊടുത്താൽ മതി. അതിനുള്ള മാർക്ക് ലഭിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മുഅല്ലലായ നജസുകൾ. ഏതെല്ലാമാണ് മുഅല്ലലായ നജസ്? അവിടെ 2 എണ്ണം എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് അറിയണ 2 എണ്ണം. നായ, പന്നി എന്നൊക്കെ എഴുതി കൊടുക്കുക. നായ, പന്നി എന്നിവയും അവയിൽ നിന്ന് ജന്മം കൊണ്ടവയും ഗൗരവമായ നജസ്സുകളാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അടുത്ത ചോദ്യം, ഉത്തരം എഴുതാം. 1, ജുമുഅയുടെ സമയം ഏതാണ്? ഉത്തരം, വെള്ളിയാഴ്ച ളുഹറിൻ്റെ സമയമാണ് ജുമുഅയുടെ സമയം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തുമഅനീനത്ത് വേണ്ടത് എവിടെയെല്ലാം? ഉത്തരം, റുകൂഅ്, ഇഅ്തിദാൽ, സുജൂദുകൾ, ഇടയിലെ ഇരുത്തം എന്നിവയിൽ ചലനമടങ്ങൽ. അതിനാണ് തുമഅനീനത്ത് എന്ന് പറയൽ. 3, മലർന്നു കിടന്നു നിസ്കരിക്കുന്നവൻ ഖിബ്ലക്ക് മുന്നിടണം എന്തുകൊണ്ട്? ഉത്തരം, മലർന്നു കിടക്കുമ്പോൾ മുഖം, ഉള്ളൻകാൽ എന്നിവ കൊണ്ട് ഖിബ്ലക്ക് മുന്നിടണം. മുഖം ഖിബ്ലയിലേക്ക് ആവാൻ തലയിണ പോലെയുള്ളവ വെക്കൽ നിർബന്ധമാണ് എന്നൊക്കെ നമ്മളെ അർക്കാനു സ്വലാത്തി എന്നുള്ള പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അടുത്ത ചോദ്യം, ലഹരി ദ്രാവകങ്ങൾ എങ്ങനെ ശുദ്ധിയാകും? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടും നായ, പന്നി എന്നിവയല്ലാത്ത ശവത്തിൻ്റെ തോൽ ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാകും.
10ാമത്തെ പേജിലുണ്ട് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, തുടരൽ കറാഹത്തുള്ളവർ ആരെല്ലാം? ഉത്തരം മുബ്തദിഅ് അഥവാ പുത്തൻവാദി, ഫാസിക്ക്, ദുർനടപ്പുകാരൻ. ഇവരോട് തുടരൽ കറാഹത്താണ്. അടുത്ത ചോദ്യം, വിധി എഴുതാം. ചോദ്യം കണ്ട് നിങ്ങൾ പേടിക്കണ്ട. വിധി എഴുതാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫർള്, സുന്നത്ത് എന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കണില്ലേ, ഹറാമ്, ഹലാല് എന്നൊക്കെ. അതിൻ്റെ ഓരോന്നിൻ്റെയും വിധി എന്താണെന്ന് എഴുതാനാണ്. കാരണമില്ലാതെ വലത് കൈകൊണ്ട് ശൗച്യം ചെയ്യൽ. എന്താണ് കാരണമില്ലാതെ വലത് കൈകൊണ്ട് ശൗച്യം ചെയ്യാൻ പാടില്ല അല്ലേ? അത് കറാഹത്താണ്. 2 ഉളൂഇൽ മുഖം കഴുകൽ. മുഖം കഴുകൽ എന്താ? ഫർള്. 3 കുളിയുടെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ, സുന്നത്ത്. 4 നിസ്കാരത്തിൽ ആദ്യത്തെ സലാം വീട്ടൽ എന്താണ്? ഫർളാണ്. 1ാം സലാം വീട്ടൽ ഫർളാണ് അല്ലേ? 2ാമത്തതാണ് സുന്നത്ത്. 5 ഹൈൽക്കാരി നോമ്പ് നോൽക്കൽ. ഹൈൽക്കാരി നോമ്പ് നോൽക്കൽ ഹറാമാണ്. ആ നോമ്പ് പിന്നീട് ഖളാ വീട്ടണം. അടുത്തത് പൂരിപ്പിക്കാം. അല്ലാഹുമ്മ ലാ മാനിയ ലിമ ഡാഷ് വലാ മുഅ്തിയ ലിമ ഡാഷ് വലാ റാദ ലിമ ഡാഷ് വലാ മുബദ്ദില ലിമ ഡാഷ് വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അത് പൂരിപ്പിച്ചിട്ട് എഴുതണം. എങ്ങനെയാണ് പൂരിപ്പിച്ചിട്ട് എഴുതുക? അല്ലാഹുമ്മ ലാ മാനിയ ലിമ അഅ്തൈത വലാ മുഅ്തിയ ലിമ മനഅ്ത വലാ റാദ ലിമ ഖളൈത വലാ മുബദ്ദില ലിമ ഹക്കംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. നമ്മളെ 38ാമത്തെ പേജിൽ നിസ്കാര ശേഷം എന്ന പാഠത്തിലുണ്ടത്. അടുത്ത ചോദ്യം, വ്യക്തമാക്കാം. മസ്ബൂക്ക്. ആരാണ് മസ്ബൂക്ക്? ഇമാമിനോടൊപ്പം ഖിയാമിൽ ഫാത്തിഹക്ക് സമയം കിട്ടാത്തവനാണ് മസ്ബൂക്ക്. അടുത്തത് റുക്കൂ. എന്താ റുക്കൂ എന്ന് പറഞ്ഞാൽ 2 ഉള്ളൻ കൈകൾ 2 കാൽമുട്ടിൽ എത്തും വിധം കുനിയലാണ് റുക്കൂ. 3 അർക്കാനു സ്വലാത്തി. ഉത്തരം ഫർള് നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സ്വഹീഹാവാത്തതുമായ കാര്യങ്ങളാണ് അർക്കാനു സ്വലാത്തി അഥവാ നിസ്കാരത്തിൻ്റെ ഫർളുകൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 2 വീതം എഴുതാം. 1 ജുമുഅ ദിവസം പാലിക്കേണ്ട സുന്നത്തുകൾ. 2 എഴുതിയാൽ മതി. നഖം മുറിക്കുക, കുളിക്കുക. 2 നിയ്യത്തിൽ നിർബന്ധമായ കാര്യങ്ങൾ. ഉത്തരം ഫർള് നിസ്കാരത്തിൻ്റെ നിയ്യത്തിൽ 3 കാര്യങ്ങൾ നിർബന്ധമാണ്. എന്തെല്ലാമാണ്? ഞാൻ നിസ്കരിക്കുന്നു, ഇന്ന നിസ്കാരമാണ്, ഫർളാണ് എന്ന്. അപ്പം അതിൽ 2 എഴുതി കൊടുത്താൽ മതി. 3 ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ. നിസ്കാരം, തവാഫ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിസ്കാരം, തവാഫ്, മുസഹഫ് തൊടൽ, ചുമക്കൽ, ജുമുഅയുടെ ഖുതുബ, സുജൂദ്. ഇതൊക്കെ ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാണ് അല്ലേ? അടുത്തത് വുളൂ സുന്നത്തുള്ള കാര്യങ്ങൾ. വുളൂ സുന്നത്തുള്ള കാര്യങ്ങൾ നമ്മുടെ 16ാമത്തെ പേജിലുണ്ട് ലാസ്റ്റ്. വുളൂ സുന്നത്തുള്ള കാര്യങ്ങൾ: 1 ഖുർആൻ ഓതുക, ബാങ്ക് വിളിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, പള്ളിയിൽ പ്രവേശിക്കുക. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. അടുത്ത ചോദ്യം, ഉത്തരം എഴുതാം. 1 വിത്ർ നിസ്കാരത്തിൻ്റെ സമയം ഏതാകുന്നു? ഇഷാ നിസ്കരിച്ചത് മുതൽ ഫജ്ർ വരെയാണ് വിത്തറിൻ്റെ സമയം. 2 ഇഫ്തിറാഷിൻ്റെ ഇരുത്തം വേണ്ടത് എവിടെയെല്ലാം? ഉത്തരം അവസാനത്തെ അത്തഹിയാത്തിൽ ഒഴികെ എല്ലാ ഇരുത്തത്തിലും ഇഫ്തിറാഷിൻ്റെ ഇരുത്തം തന്നെയാണ് വേണ്ടത്. അടുത്ത ചോദ്യം, തയമ്മുമിൻ്റെ നിയത്ത് എഴുതുക. ഉത്തരം ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്നാണ് തയമ്മുമിൻ്റെ നിയത്ത്. 4 ശവത്തിൻ്റെ തോൽ എങ്ങനെ ശുദ്ധിയാക്കാം? ഉത്തരം നായ, പന്നി എന്നിവയല്ലാത്ത ശവത്തിൻ്റെ തോൽ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാക്കാം. അടുത്ത ചോദ്യം, ചുരുങ്ങിയ ജമാഅത്ത് ഉണ്ടാവാൻ ആരെല്ലാം വേണം? ഏറ്റവും ചുരുങ്ങിയ ജമാഅത്ത് ഉണ്ടാവാൻ ആരെല്ലാം വേണം? 1 ഇമാമും 1 മഅ്മൂമും. അടുത്തത് വിധി എഴുതാം. 1 പുറപ്പെടുന്ന വസ്തു കാറ്റ് ആണെങ്കിൽ ശൗച്യം ചെയ്യൽ ഡാഷ്. കറാഹത്ത്. അടുത്തത് 2 ബാങ്ക് വിളിക്കാൻ വുളൂ ചെയ്യൽ. ഉത്തരം സുന്നത്താണ്. ബാങ്ക് വിളിക്കാൻ വുളൂ ചെയ്യൽ സുന്നത്താണ്.
അടുത്തത് നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ ഫർള്. 4. നിഫാസ് ഉള്ളവൾ സുജൂദ് ചെയ്യൽ ഹറാമ്. അസ്സലാമു അലൈക്കും.